അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അൽഹംദുലില്ലാഹി ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും മാർഗദർശനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷയും സമാധാനവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എപ്പോഴും ഉണ്ടാവട്ടെ. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വലാ തഖ്തുലൂ നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് ദാലികും വസാക്കും ബിഹി ലഅല്ലക്കും തഅഖിലൂൻ. അള്ളാഹു പരിപാവനമാക്കിയ ജീവനെ നിങ്ങൾ കൊന്നുകളയരുത്. നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുവാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഉപദേശമാണിത്. പ്രപഞ്ചത്തിൽ അള്ളാഹു ഏറ്റവും അധികം ആദരിച്ച സൃഷ്ടിയാണ് മനുഷ്യൻ. അള്ളാഹു നൽകിയ ജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത സമൂഹമാണ് ഇന്നുള്ളത്. ദിവസവും പത്രങ്ങളിലും മീഡിയകളിലും നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ക്രൂരമായ മരണവാർത്തകളാണ്. അള്ളാഹു പരിപാവനമാക്കിയ ജീവനെ അകാരണമായി കൊന്നുകളയാണ് ചെയ്യുന്നത്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും മനുഷ്യജീവനെ ഇല്ലാതാക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. കൊലയ്ക്ക് പിന്നിൽ എന്തെല്ലാം കാരണങ്ങളാണ്? മതപരവും സാമുദായികവുമായ ഭിന്നത, സ്വത്ത് തർക്കം, പ്രണയം, ആരാധന ആലയങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കുടുംബകലഹം, വാക്കേറ്റം. ഇസ്ലാം ഒരു വിശ്വാസിയുടെ ജീവൻ്റെയും രക്തത്തിൻ്റെയും അതേ പവിത്രത തന്നെ ഇതര മതസ്ഥരും മതമില്ലാത്തവർക്കും കൽപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും ക്രൂരമായി ഉപദ്രവിച്ച ഒരു ജൂതൻ്റെ ശവം മയ്യത്ത് കടന്നു പോകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ ഒരു സഹാബി പറഞ്ഞു, പ്രവാചകരെ, താങ്കളെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച ജൂതൻ്റെ മയ്യത്താണത്. അപ്പോൾ പ്രവാചകൻ്റെ മറുപടി, അതൊരു മനുഷ്യൻ്റെ മയ്യത്തല്ലേ എന്ന്. മനുഷ്യജീവന് പവിത്രത കൽപ്പിക്കുന്നത് കൊണ്ടാണ് കൊലപാതകം നടത്തുന്നവന് വധശിക്ഷ നൽകുന്നത്. എന്നാൽ കൊലക്കുറ്റം നടത്തി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം എന്നൊരു ധാരണ സമൂഹത്തിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. കാരണം പറയുന്നത്, സാക്ഷികൾ കൂറുമാറുന്നതും തെളിവുകൾ നശിപ്പിക്കുന്നതും നിയമപാലകർക്ക് നീതി നടപ്പിലാക്കാൻ സാധ്യമാകാത്തതിനുള്ള കാരണം ശിക്ഷ ശക്തമല്ലാത്തതിൻ്റെ അടയാളങ്ങളാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. കൊലക്കുറ്റം ചെയ്താൽ ഈ ലോകത്തിലെ ജീവിതത്തിൽ നിന്ന് ഒരുപക്ഷെ രക്ഷപ്പെട്ടേക്കാം. നാളെ പടച്ചവൻ്റെ കോടതിയിൽ രഹസ്യവും പരസ്യവും അറിയുന്ന അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒളിച്ചു വെക്കാൻ സാധ്യമല്ല. മാപ്പില്ലാത്ത ആ കുറ്റത്തിന് ശിക്ഷയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? അടുത്ത കാലത്ത് ന്യൂസ് വീക്ക് റിപ്പോർട്ട് ചെയ്ത ഒരു കൊലപാതകിയുടെ കഥയുണ്ട്. പട്ടാപ്പകൽ മകളെ ബലാത്സംഗം ചെയ്ത് കൊന്ന ആ കൊലപാതകിക്ക് തെളിവില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി വെറുതെ വിട്ടു. വെറുതെ വിട്ട കൊലപാതകിയെ കോടതിയുടെ വരാന്തയിൽ വെച്ച് കണ്ട ആ പിതാവ് ഹൃദയം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിനക്ക് ദൈവം നൽകും. മാനസികമായി തളർന്നു പോയ ആ കൊലപാതകി ഒരുപാട് പ്രയാസപ്പെട്ടു. അശ്രദ്ധമായിക്കൊണ്ട് റോഡ് മുറിച്ചു കടക്കവേ എതിരെ വന്ന വാഹനം തട്ടി അദ്ദേഹം മരണപ്പെട്ടു. അള്ളാഹു വിളംബരം ചെയ്യുകയാണ്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതഅറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. മനുഷ്യരെ, നിങ്ങൾ അള്ളാഹു ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. നിങ്ങളെ പല രാജ്യക്കാരും പല ഭാഷക്കാരും പല സമുദായവും ഗോത്രവുമായി വിന്യസിപ്പിച്ചു. എന്തിനെന്ന് വെച്ചാൽ നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിനു വേണ്ടി. നിങ്ങളിൽ ഏറ്റവും ഉന്നതൻ അള്ളാഹുവോട് സാമീപ്യമുള്ളവനാകുന്നു. മാനസിക പിരിമുറുക്കം കാരണം പറയുന്ന അഫാന്മാരെപ്പോലുള്ള ആളുകൾ ഇല്ലാതാകണമെങ്കിൽ മനുഷ്യന് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ടാവണം. അള്ളാഹു ആരെന്ന് മനസ്സിലാക്കി അവന് ഇബാദത്ത് ചെയ്യുന്ന, അവനെ ആരാധിക്കുന്ന, അവനോട് എല്ലാ സങ്കടങ്ങളും പറയുന്ന ഒരു മനസ്സുണ്ടായാൽ എല്ലാം ശരിയാവും. അള്ളാഹു അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.